നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട് വാട്ടർടൺ നാഷണൽ പാർക്കിലേക്ക് പോകാനായിട്ട്. വി വർ സോ എക്സൈറ്റഡ് ബിക്കോസ് ദിസ് ഇസ് അവർ ഫസ്റ്റ് ട്രിപ്പ് ടു വാട്ടർടൺ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും നമ്മുടെ കാർ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. ബിക്കോസ് ആ ഒരു സൺറൈസ് ടൈം ആയതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു സൺഫ്ലവർ ഫീൽഡ് കൂടി കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി കേട്ടോ. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ സൺഫ്ലവറിൻ്റെ ഒരു ഫീൽഡ് കൂടി ആയാലോ, അതുകൊണ്ട് ഞങ്ങളവിടെ നിർത്തി ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മെല്ലെയാണ് പോയത്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് യാത്ര തിരിച്ചു. ഞങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇത് ആക്ച്വലി സസ്കാഷ്വാൻ ആണ് കേട്ടോ. സസ്കാഷ്വാൻ സാസ്കറ്റോണിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. സാസ്കറ്റോൺ ടു വാട്ടർടൺ ഏകദേശം ഡ്രൈവ് വരുന്നത് 7.5 hours ആണ്. നമ്മളിവിടെ വന്ന ബാഗൊക്കെ ഇറക്കി വെച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നേരെ പോയത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പോട്ട്. ഈ ഒരു സ്പോട്ടിൻ്റെ പേര് വരുന്നത് ആൽപൈൻ സ്റ്റേബിൾ എന്നാണ്. ഇവിടെ 1 hour തൊട്ട് 8 hours വരെയുള്ള ഹോഴ്സ് റൈഡിങ് സർവീസസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ചൂസ് ചെയ്ത് 1 hour റൈഡായിരുന്നു. 1 hour റൈഡിന് $60 per person ആയിരുന്നു റേറ്റ് വന്നത്. എന്തായാലും നല്ല കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് മലനിരകൾക്കിടയിലൂടെ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു കുതിരപ്പുറത്ത് കയറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ വിചാരിച്ചത് ഒരു കുതിരേനെ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ 2 പേരും അതിൻ്റെ മേളിലിരുന്ന് റൈഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അത് ചീറ്റിപ്പോയി. കാരണം അവർ ഒരു കുതിരേനെ ഒരാൾക്കാണ് കൊടുക്കുകയുള്ളൂ. സോ ഞങ്ങൾ 2 പേരും സെപ്പറേറ്റ് 2 കുതിരകൾ എടുത്തു. എനിക്ക് കിട്ടിയതാണെങ്കിലോ ഒരു കുറുമ്പി കുതിരയായിരുന്നു. അതിൻ്റെ പേര് യാങ്കി എന്നായിരുന്നു. അവസാനം യാങ്കി ആയിട്ട് ഞാൻ കൂട്ടായി. കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഓക്കെ ആയി. ഞാനായിട്ട് ഒന്ന് മെരുങ്ങി. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു അടിപൊളി സവാരിയായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മെമ്മറീസ് തന്നൊരു സ്പോട്ടാണ് കേട്ടോ അത്. സവാരി കാടിൻ്റെ ഇടയിലൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആനിമൽസിനെ കണ്ടു. എൽഫിനെ കണ്ടു, ഡീറിനെ കണ്ടു, പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ ആനിമൽസിനെ കണ്ടു. അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. വി വർ സോ ഹാപ്പി ബിക്കോസ് ഇത് ഞങ്ങളുടെ 2 പേരുടെയും ഫസ്റ്റ് ഹോഴ്സ് റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഓസം. അവിടുന്ന് ഞങ്ങൾ പോയത് ബെയർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രെയിലിലേക്കായിരുന്നു. അത് അത്യാവശ്യം ബിഗിനേഴ്സ് ലെവൽ ആയിട്ടുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. അവിടെ പേര് പോലെ ബെയർ ഒന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. എന്തായാലും മേളിൽ കയറി ചെന്നപ്പോൾ ഉള്ള ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. ആ ഒരു ലേക്കും മൗണ്ടെയ്ൻസും എല്ലാം കവറായിട്ടുള്ള ആ ഒരു വ്യൂ റിയലി വർത്ത് ഇറ്റ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വൈൽഡ് ഫയറിൽ സംഭവിച്ചതാണ്. കുറച്ച് സമയമെടുക്കും ഇതൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ. ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ബ്ലാക്ക് ഈസ്റ്റൺ ഫോൾസിലേക്കാണ്. ലെറ്റ്സ് ഗോ. ഇതാണ് ബ്ലാക്ക് ഈസ്റ്റൺ ഫോൾസിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. അതുപോലെ നമുക്ക് കുറേ മാനുകളെയൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റിലൂടെ ഒരു ഹൈക്കിംഗ് ട്രെയിൽ ഉണ്ട്. നമ്മൾ അതുവഴിയാണ് ഈ ഫോൾസിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 kilometer ആണ് ഫോൾസിലേക്കുള്ളത്. നല്ല രസമുണ്ട് ആക്ച്വലി ഈ കാടിൻ്റെ ഉള്ളിലൂടെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വൈൽഡ് ഫ്ലവേഴ്സൊക്കെ കണ്ട് നടക്കാനായിട്ട്.
വൈൽഡ് ഫയറിൽ കരിഞ്ഞ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന് പകരം പുതിയ പുതിയ ചെറിയ മരങ്ങൾ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പൊ ചെറുതായിട്ട് ഫോൾസിന്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വാട്ടർഫോൾസ് അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. ഈ സ്റ്റെപ്സ് ഇറങ്ങി വരുമ്പോഴേക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്ന് അതിൻ്റെ ഏറ്റവും എൻഡിൽ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടുന്നത്. കുറച്ച് സമയം ആ ഒരു ഫോൾസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ സമയം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നീട് പോയത് റെഡ് റോക്ക് ക്യാനിയനിലേക്കായിരുന്നു. വാട്ടർ ടണലിലെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് റെഡ് റോക്ക് ക്യാനിയൻ. ചുറ്റും ചുമന്ന കല്ലുകളും അതിനിടയിലൂടെ ഒഴുകുന്ന അരുവിയുമാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴത്തോട്ട് പോകാം. പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളുണ്ട് ആളുകൾക്ക് ഇറങ്ങാനായിട്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു ഗുഹയിലൂടെ പോകുന്ന ഫീലായിരുന്നു. അതിൻ്റെ ചുറ്റും വെള്ളത്തുള്ളികളുടെ ശബ്ദവും. അതിനുശേഷം നമ്മൾ പോയത് വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു കനോയിങ് ചെയ്യാനായിരുന്നു. ബ്ലാക്ക് ഇൻസ്റ്റൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു റെൻ്റൽസിൽ നിന്നാണ് നമ്മൾ കനോ റെൻ്റ് എടുത്തത്. അവരെല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു.
ഇതാണ് ക്യാമറോൺ ഫോൾസ്. ഇവിടെയാണ് നമ്മൾ ഈവനിങ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ ഒരു പെർഫെക്റ്റ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം നമുക്ക് ഈ വാട്ടർഫോളൊക്കെ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് ബെഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ദിസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. സോ ദിസ് ഈസ് എ ഫൈനൽ ഡേ ഓഫ് അവർ ട്രിപ്പ്. ഇന്ന് വലിയ പ്ലാനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ ലേക്ക് സൈഡിൽ പോകാൻ തോന്നി. വാട്ടർടൺ എന്ന് പറയുന്നത് കാനഡയിലാണെങ്കിലും ഇത് ആക്ച്വലി USA കാനഡ ബോർഡറാണ്. സോ നമുക്ക് US നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റിന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് നമ്മളൊരു ഷോപ്പിൽ കയറി സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വെറുതെ ആ സ്ട്രീറ്റ് വഴി ഒരു വാക്കിന് പോയി. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ക്യാബിൻസ് ആണ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് US പോയിട്ട് വന്നാലോ. ഞങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടാണ് US വിസ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് വേറൊരു കൺട്രിയിലേക്ക് പോകുക എന്ന് പറയുന്നത് വേറൊരു ഫീൽ തന്നെയാണ്. സോ നമ്മളൊന്ന് ട്രൈ ചെയ്യാണ്. നമുക്കറിയില്ല ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു അമേരിക്ക. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി USA എത്തിയിരിക്കുകയാണ്. USA മൊണ്ടാനയിലാണ് ഈ ഒരു ഗ്ലേഷ്യർ നാഷണൽ പാർക്ക്. ആ ഒരു ബോർഡറിൽ കുറച്ച് ചെക്കിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബയോമെട്രിക്സ് എടുത്തു. നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓഫീസേഴ്സ് ചോദിച്ചു. അവരെല്ലാം വളരെ പൊളൈറ്റ് ആയിരുന്നു. സോ നമുക്ക് സ്മൂത്തായിട്ട് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് പറ്റി. ഈ വാട്ടർടൺ നാഷണൽ പാർക്കിൻ്റെ USA എന്നുള്ള ഒരു സൈഡാണ് ഗ്ലേഷ്യർ നാഷണൽ പാർക്ക്. സോ ഈ രണ്ട് നാഷണൽ പാർക്കിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പീസ് പാർക്ക് വെച്ചിട്ടാണ്. അതാണ് വേൾഡിൽ തന്നെ ഫസ്റ്റ് പീസ് പാർക്ക് എന്നറിയപ്പെടുന്നത്. ഈ ലേക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ബ്ലൂ കളറുള്ള ക്ലിയർ വാട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റോൺസ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ വാട്ടറിൽ കാണാൻ പറ്റും. ഒരാളിത് കയ്യിൽ ബെയർ സ്പ്രേ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ബെയർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കരുതിയിരിക്കുന്നത്. സോ നമ്മുടെ 2-2.5 ദിവസം നീണ്ടു നിന്ന ഈ ഒരു വാട്ടർടൺ ഗ്ലേഷ്യർ ട്രിപ്പ് കെയിം ടു ആൻ എൻഡ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മധുരത്തിൽ അവസാനിപ്പിക്കാമെന്ന്. സോ നമ്മൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് തിരിച്ചു പോന്നിരിക്കുകയാണ്. ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ആള് ഇതാ വരുന്നു. ഒരു ബെയർ അവിടെ നിൽക്കുന്നത് കണ്ടോ? അതിനെ കാണാനാണ് ഈ കണ്ട ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ ബൈനോക്കുലേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്കും കാണാൻ പറ്റി. അത് നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല. ജസ്റ്റ് അവിടെ നിന്ന് അത് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബെയറിനെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ച് സാസ്കറ്റൂണിലേക്ക് മടങ്ങി.